ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. മത്തായി 6:18 രഹസ്യങ്ങൾ അറിയുന്ന പിതാവ്, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും, നിനക്ക് പ്രതിഫലം നൽകും. ദൈവത്തിന് നിനക്ക് മാത്രം അറിയാവുന്ന കുറെ രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയത്തില്ലത്. അപ്പോൾ ചിലപ്പോൾ ദൈവത്തിന് വേണ്ടി നീ തോറ്റു കൊടുത്തതായിരിക്കാം, ഉടമ്പടിയിലെ വിശുദ്ധിയോടെ നിലനിൽക്കാൻ വേണ്ടി നീ അംഗീകരിച്ചു കൊടുത്തതായിരിക്കും. അപ്പോൾ രഹസ്യത്തിൽ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അപ്പോൾ അത് നിൻ്റെ വിശ്വാസത്തിൻ്റെ വിഷയമായിട്ട് ദൈവം ഏറ്റെടുക്കുകയും. പിന്നെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കേസുകളൊക്കെ ഉണ്ടാകുന്നത് ദുരിതമാണ്. ശരിക്കും കേസുകൾ ഉണ്ടാകുന്നത് ദുരിതമാണ്. അങ്ങനൊരു വാക്ക് ബൈബിളിലുണ്ട്, അല്ലേ? നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാകരുത്, വിജാതിയരുടെ കോടതിയിൽ നിങ്ങളുടെ വിഷയം തീരുമാനിക്കാൻ ഇടവരരുത്. Take the word of God. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്തോസ് 6:5 മുതലുള്ള തിരുവചനങ്ങൾ. 1 കൊരിന്തോസ് 6:5. നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. സഹോദരർ തമ്മിലുള്ള വഴക്കുകൾ തീർക്കാൻ മാത്രം ജ്ഞാനിയായ ഒരുവൻ പോലും നിങ്ങളുടെ ഇടയിൽ ഇല്ലെന്ന് വരുമോ? സഹോദരൻ സഹോദരനെതിരെ പരാതിയുമായി ന്യായാസനത്തെ സമീപിക്കുന്നു. അതും വിജാതീയരുടെ ന്യായാസനത്തെ. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? വഞ്ചന സഹിച്ചുകൂടാ. അപ്പോൾ ഇതാ വിഷയം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഇപ്പം കേസില്ലേ, കുറേ ആൾക്കാർ കേസിൻ്റെ പേപ്പർ കൊണ്ടൊന്ന് എനിക്ക് തരും. അച്ഛാ ഇത്രാം തീയതി കേസാണ്, കേസ് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും. ഞാനത് വാങ്ങിച്ച് മാതാവിനെ കൊടുത്തിട്ട് തിരിച്ചു തരും. കാര്യം ആ കേസ് ഞാൻ ചോദിച്ച് എനിക്കറിയത്തില്ല. ഇവർ വക്കീൽ പറയുന്ന എല്ലാ കള്ളത്തരങ്ങളും ഇവർ അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുത്തിരിക്കുകയായിരിക്കും. കാര്യം നമ്മളൊരിക്കലും കേസ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കേസ് ജയിക്കുക? ഒരിക്കലും കേസ് ജയിക്കത്തില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞ കേസ് നിലനിൽക്കുക? കേസ് നിലനിൽക്കത്തില്ല. പിന്നെ എന്ത്? ഇല്ലാത്ത കാര്യങ്ങൾ പറയണം. ഇല്ലാത്ത കാര്യങ്ങൾ പറയണത് തന്നെ നിങ്ങളുടെ തമ്മിൽ വ്യവഹാരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാജയമാണെന്നല്ലേ പറയണത്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എന്തു പറ്റും? അപ്പം തന്നെ നമ്മൾ ഉടമ്പടിയിലും എല്ലാത്തിലും പരാജയപ്പെട്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ ഇടയിൽ നീതി ഉണ്ടെങ്കിൽ, അനീതി ഉണ്ടാക്കാതിരുന്നാൽ മതി. നീതി ഉണ്ടെങ്കിൽ നിങ്ങൾ കേസുമായി മുന്നോട്ട് പോകാം. നീതി ഇല്ലെങ്കിൽ നിങ്ങൾ കേസുമായി മുന്നോട്ട് പോകരുത്. നിങ്ങളുടെ നീതി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഭർത്താവിനിടയ്ക്ക് വാങ്ങിച്ച സ്വർണം നിങ്ങൾ പറയണ 50 പവൻ തന്നെന്ന് പറയും. ഞാൻ 50 പവനും കൊണ്ടാണ് വന്നത്, 50 ലക്ഷം രൂപയെന്ന് പറയും. നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാം കൂടി 20 പവനേ ഉണ്ടായിരുന്നുള്ളതെന്ന്. കേസ് ഇപ്പോൾ വക്കീൽ പറയണ 20 പവൻ എന്നാ ഉണ്ടാകാനാ, അതുകൊണ്ട് നിങ്ങൾ 50 എഴുതാൻ പറയും. അപ്പോൾ ആരാണ് ഈ ആളും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. വക്കീൽ പറഞ്ഞിട്ടാണ്. ഇപ്പോൾ വക്കീലാണ് അവിടെ കർത്താവ്, യേശു അല്ല.
അവിടെ ഒരു വിഷയം വന്നിരിക്കുന്നത്, യേശു കർത്താവാണെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ സ്ഥാനത്ത് തീരുമാനമെടുക്കാൻ സഹായിച്ച കള്ളക്കർത്താക്കന്മാരുണ്ട്. അവരോട് ഗുഡ് ബൈ പറയേണ്ടി വരും. എന്താ കാര്യം? വക്കീലിനെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല, അയാളുടെ പയറ്റിപ്പഴപ്പാണത്. അതങ്ങനെ പറഞ്ഞാലേ കേസ് നിൽക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നീ നിൽക്കത്തില്ല. എന്താ കാര്യം? നീ 50,000 രൂപയ്ക്ക് ദൈവത്തിന് ഒറ്റിക്കൊടുത്ത് കള്ളത്തരം പറഞ്ഞിട്ട് അനുഗ്രഹം മേടിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്ത് അടിച്ചു മാറ്റാൻ മറുപറയെ വന്നിരിക്കുന്ന ആളാണ്, ദൈവത്തിന് അറിയത്തില്ലേ? അപ്പം നീ കേസ് ജയിച്ചാലും ജീവിതകാലം മുഴുവൻ തോറ്റ ഇഫക്റ്റാണ് വരാൻ പോണത്. ജീവിതകാലം മുഴുവനും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മക്കളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിക്കാൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. ഉറങ്ങി പ്രാർത്ഥിക്കാവുന്ന കാര്യം ഉണ്ടാകുമായിരിക്കും. അതുകൊണ്ടാണ് ഈശോ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഉറങ്ങി പ്രാർത്ഥിക്കാവുന്ന പല വിഷയങ്ങളും കാണുകയെ ചിലപ്പോൾ നമുക്കറിയത്തില്ല എന്താണെന്ന്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണത്? പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തിയ പരാജയമാണ് ആ സംഭവം. പ്രലോഭനങ്ങൾ ഉൾപ്പെട്ടു പോയാൽ അത് ഈ സ്വർഗസ്ഥനായ പിതാവെന്ന പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഒരു പ്രാർത്ഥന പറഞ്ഞ എന്താണ്? പ്രലോഭനങ്ങളിൽ ഒരിക്കൽ ഉൾപ്പെട്ടു പോയാൽ നീ കോടതി ജയിക്കുമായിരിക്കും, പക്ഷേ ദൈവത്തിൻ്റെ കോടതി തോറ്റു. സർട്ടിഫിക്കറ്റ് വരുമ്പോൾ തോറ്റതായിട്ടാണ് വരണത്. എല്ലായിടത്തും ജയിച്ച് വന്നാൽ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ജയിച്ചു, 10ാം ക്ലാസ്സിൽ തോറ്റെന്ന് പറഞ്ഞിട്ട് എന്നത്തിനാണ് സർട്ടിഫിക്കറ്റ്? 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ ജയിച്ചു, കൊച്ചു കള്ളങ്ങളും തിരിമറികളൊക്കെ പറഞ്ഞ് ജയിച്ചു. 10ാം ക്ലാസ് ദൈവത്തിൻ്റെ കോടതി വന്നപ്പോൾ തോറ്റുപോയി. 10ാം ക്ലാസ്സിൽ തോറ്റു. അപ്പോൾ തീർന്നില്ല പരിപാടി. ഇത്രയും നാൾ ജയിച്ചത് വെള്ളത്തിലായില്ലേ? അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. പ്രൊട്ടക്ഷൻ പ്രെയറാണ്. കാര്യം ഒരു മനുഷ്യനെ പ്രാർത്ഥനാ ജീവിതം പരിക്കില്ലാതെ കൊണ്ടുപോകണമെങ്കിൽ ഒന്നാമത്തെ പ്രീ റിക്വസ്റ്റാണ് എന്താണ്? പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. എനിക്ക് കാലഘട്ടത്തെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനെയും കന്യാസ്ത്രീനെയും ബിഷപ്പിനെയും എല്ലാം പൊതുജനം ആവശ്യമുള്ളതും ഇല്ലാത്തതുമൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് ജനങ്ങളുടെ ആധ്യാത്മിക ധാർമ്മികതയ്ക്കെതിരെ കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് വൈദികർ തന്നെ സഭയ്ക്കെതിരെ തിരിയുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയാവോ? ഈ വൈദികരും സിസ്റ്റേഴ്സും തന്നെ സഭയ്ക്കെതിരെ തിരിയുന്നത് കമ്പ സാത്താൻ അവരെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയല്ലേ. അപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് കുറേ കയ്യാലപ്പുറത്തെ തേങ്ങ അതിനാൽ മാറിക്കിട്ടും. എന്താ കാര്യം? ഈ അച്ഛനിലും കന്യാസ്ത്രീയിലും മക്ക് മാത്രം വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു തലമുറയില്ലേ, ആ സാധനം വൈപ്പ് ഔട്ട് ചെയ്ത് കിട്ടും. ആരല്ലേ വിശ്വസിക്കേണ്ടത്? അതൊക്കെ മനുഷ്യന്മാർ ചിലപ്പോൾ ശരിയുമാകും തെറ്റുമാകും. ശരി തെറ്റാണെന്ന് കേസിൽ കുറ്റവാമുക്തനാക്കിയ ആൾക്കാരെ വീണ്ടും കുറ്റവാളിയാക്കാൻ വേണ്ടി സഭയുടെ ഉള്ള ആൾക്കാർ തന്നെ ശ്രമിക്കുമ്പോൾ ആ അരൂപി നീതിയുടെ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഫലത്തിൽ സഭയെ ഡാമേജ് ചെയ്യുന്ന കാരണം സഭയെ ഡാമേജ് ചെയ്തുകൊണ്ടാലും ഒരു നീതി ഉണ്ടാക്കണം. ആർക്ക് വേണ്ടിയാണ്? അവർക്ക് വേണ്ടിയല്ലേ, സഭയ്ക്ക് വേണ്ടിയല്ലല്ല. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇത് ശരിയായിരിക്കാൻ ചിലപ്പോഴെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ പ്രാർത്ഥിക്കാതിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടണം. എന്താ കാര്യം? ഇവർ ഉണ്ടായിട്ടും ഇല്ലെങ്കിലും കാര്യമൊന്നുമില്ല. അവർക്ക് ചെറിയ പ്രശ്നങ്ങൾ മതി സഭയിൽ അവിശ്വാസം തോന്നുക. പക്ഷേ യഥാർത്ഥ വിശ്വാസി യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ഈ കാലം നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Jesus and Mother Mary, for all the blessings which is showered on me and my family after taking the covenant. I'm Victoria Vincent, coming from Bangalore. This is my husband Benjamin, and my son Demarcus, and my daughter Demetria Halley. We are coming from Bangalore. We belong to Holy Family Foreign Church, Bangalore. I have taken my covenant 2022 December
2022 December. Initially, I was not aware of Kripasanam, and through one of my auntie, I came to know about the Kripasanam. And as soon as we heard about the Kripasanam, I was not knowing about the 6 intention prayers, nothing. But since it was a Mother Mary's church, I had inside that I should come to this church. So we just planned that we have to come over here, and this is my second testimony. As soon as I have taken the covenant, I have got the blessings, which I have already told in my previous testimony. And after my third renewal, we just purchased a new site in Bangalore, which is never possible. Currently, we are staying close to the church. Our house is close to the church, which is a rented house. So we had a desire that we should own a house for our, that means a permanent house, which should be near the church. Even though if it is far for me to the office or to the school, it's not a matter. But we should have a house near the church. That was our intention, but we were not that financially strong. We both are salaried. So since we are not that financially strong, it is not easy or possible to get a site in Bangalore because it is very costly. But still, I have placed one of my prior intention as we need a house near the church. That was my prior intention. But Mother Mary has done the desire step by step. First, she has changed first we bought this site. As soon as we bought this site, we don't have any financial, we are not well enough to start the construction. But she miraculously, my job got changed with a 100% hike, which we did not even expect, or which even I did not try from my side hard for change of the job. And it is not by my merit that I got the job. I got a good job in an IT company with a better salary, with 100% salary hike. So then after getting that job, then we thought, okay, we will start the construction of the house. Then even that we kept on the prayer, and we as a Mother Mary and we prayed to the Jesus as per their wish. We should start the construction. The date and time, all the things should be, and each of the things which we get for the construction of the house should be with the Mother Mary's and Jesus' wish. That was our prayer. Then slowly we just started trying for the loan, and there was a delay in the loan. And even though there was a delay, we did not lose our faith or hope. We know that Mother Mary has given this. Surely she will do what is the best that she will do for us. We had a good confidence in that. We as a family, we used to pray daily. If the things happen or not happen, we never mind, but we always hold the hands of Mother Mary, and we just pray for that. Then we started, then we got the loan sanction. Then we started the construction of the house, and now the construction of the house is almost done. And before I come for the next renewal, we will be moving to the new house. And this construction of the house or getting the site in Bangalore, this we have not revealed to any of the family or friends, or none of them know, because this is not done by us. This is not by our merit. We did this. All the things was done by Mother Mary. So we just wanted to thank the Mother Mary first. Only then we will tell these things we will share with our friends or family members. And a third miracle was I had a problem in the breathing, in the nose. I had some discomfort. So we went to the doctor, and the doctor told that there is some growth inside my nose which has to be removed by surgical procedure. I was a little bit scared of that. I started praying to Mother Mary and apply the holy oil in my nose every day. And I used to pray, and I don't know how it got cured. I was normal. After a few days, I was even wondering that when it was cured. It was I was fully 100% cured, and also I used to get the headaches often before previously, and after taking the covenant, even that also I have been cured from that continuous severe headaches also. The same way, coming to my son, he was very much hyperactive in the schools, and whenever we go for the teachers meeting, we used to get the complaints telling that he is very hyperactive in the class, he is disturbing his friends, all those things. But we were very much worried on him. We started praying, and
I used to apply the holy oil for my both the kids whenever they go to the school, and I used to give them holy oil, salt and thin, everything, and I used to send them to the honey, and I used to send them to the school. After that, later when we started going for the meeting, the teacher themselves, they started telling that there is a lot of change in my son. He has become normal now. He is listening the class and his concentration has improved, and even he is getting into the altar in church. They are also very much close to the church and Jesus. They used to pray every day. They used to go to the church every day, even though we did not tell them also. They get ready and they go to the churches every day. And we also never, even I, after taking the covenant, never used to miss a mass. And even one day if I miss a mass also, I'll be feeling very bad, and I lost something for that day. And for my daughter, previously, initially she used to always fall sick. Always she used to fall sick, like ear pain, fever, all those things she used to get. But after taking the covenant and applying the oil and holy products like holy oil, all those things, now she's perfectly all right. And even though if she gets something sick also, she don't want medicine or anything. She just come up with the holy oil, telling, "Mommy, please apply this for me so that I will be cured." And she is so much confident on that, and she believe the Mother Mary. Whenever she go for exams or whatever it is, my kids, they used to apply the holy oil, they eat the salt or holy salt and honey, and they go for the exams, and they are very much confident on Mother Mary and Jesus, and they are also very prayerful nowadays. And I just missed one thing. When we are constructing the house, all the pillar of the house, all the nook and corner of that building, we have kept the holy rosary and blessed oil, blessed salt and honey. All the floors. We have constructed triplex house. We were not financially well-versed for building a small house, but now we have constructed a triplex house which is fully by Mother Mary's grace only. Nothing is in our merit. Everything is from Mother Mary's grace only. And in each floor, each foundation, each pillar, everywhere, Mother Mary's holy rosary is there. We have prayed and we have kept the rosary, we have kept the holy oil, we have kept the salt and $1 of Mother Mary, and the house is fully covered by Kripasana Mother. And the name of the house also we have planned to keep as Kripa Marian Castle. That is not our house, that is a gift given by Mother Mary in this world. When we stay, that is a gift given by Mother Mary to stay in that house. That is Mother Mary blessings for us. Like that, there are lot of small and big blessings that we from the day one till now I am getting, and my life is led by Mother Mary. Actually, one more thing I just wanted to add up. I don't have my mom. I have lost my mom during my delivery only, but till now I had that sadness, everything. I have faced so many problems in my life, but after taking the covenant, I never feel for that, because Mother Mary is always there with me. So when we pray, and also initially I was close to Mother Mary but not to Jesus. I used to pray to Mother Mary so much, but later after taking the covenant, Mother Mary has made me love Jesus than equal to Mother Mary, and now I love Jesus, I love Mother Mary. I used to speak to Mother Mary as well as Jesus. Whatever I have feelings or whatever difficulties I have, I never used to share with any of them. I only used to share with Mother Mary and Jesus, but automatically she will work on that, and the things, she will make the things happen. I would be wondering that how come I did not tell these things, how it is happening. But I used to, Mother Mary is working for me. Mother Mary is giving all the blessings for me. Whatever I think, whatever my desire in my heart also, she used to know, and she used to move me and my family accordingly. And she is we are in her blessings, and I wanted to be in this covenant not for the short period. Throughout my life I should be in the covenant. Even though we stay in Bangalore, we come all the 3 months to the Kripasanam, Alappuzha. We used to travel, we used to come, or I used to take the leave, even the school and office, and we used to come here. And I just want this to be continued throughout the life. I should this were blessings
and presence of Jesus and Mother Mary, we cannot get only the feelings, we cannot, that happiness, what we cannot get in any other things in this world. So I always love for that. Acts of charity, we used to go every week, we used to go to the poor people, we used to get them food, and also rarely I used to go to the old age home, which that means which our convent is running, and I used to help them, the old people over there. But without fail, all the weeks we used to go and help by giving the food to the people who are in the roadside, all those like that, we used to help them. And newspaper, I used to get the newspaper from here, and I used to distribute the newspaper even in the churches or even outside, wherever I see the people, I guess whether those people are interested or not. I used to pray, I used to go, and even I used to there are so many people, they have come here, took the covenant. I used to explain them what is happening here, what is covenant, what we have to follow, what are the blessings we got, everything I used to explain them clearly. And there are people who got the address, who had come here and they have taken the covenant. And even wherever I go, I just wanted to praise Mother Mary and tell all the blessings she has given for me and my family. And thank you, Jesus, and thank you, Mother Mary, for all the blessings you have showered for us. എൻ്റെ പേര് സ്ലോമോ, ഞാൻ പുതുപ്പള്ളിയിൽ നിന്ന് വരുന്നു. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 2021 ഒക്ടോബറിലാണ്. ആദ്യമായി അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് യൂട്യൂബ് ചാനൽ വഴി കൃപാസനത്തെ പറ്റി അറിഞ്ഞാണ് ഉടമ്പടി എടുക്കാൻ വന്നത്. ആദ്യമായി ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമിതമായ മദ്യപാനം കാരണമാണ്. ഉടമ്പടി എടുത്തത് വഴി ഹസ്ബൻഡിൻ്റെ മദ്യപാനം പൂർണ്ണമായും മാറി. എൻ്റെ പേര് ബിജു കുര്യൻ, പുതുപ്പള്ളി കോട്ടയത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു അമിത മദ്യപാനിയായിരുന്നു. പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും ചെയ്ത് നോക്കി. മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പല പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് എടുത്തു. പക്ഷേ എനിക്ക് ആ മദ്യപാനം നിർത്തുവാൻ സാധിച്ചില്ല. അത് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. 2 പെൺകുട്ടികളാണ്, അവരെന്നോട് സംസാരിക്കാതെയായി. വീട്ടിൽ സമാധാനം നഷ്ടപ്പെട്ടു. അതുപോലെ മദ്യപിച്ച് വാഹനം ഓടിച്ച് ആക്സിഡൻറ്റ് സംഭവിച്ചു. അങ്ങനെ പല പ്രശ്നങ്ങൾ. എന്നിട്ടും ആ മദ്യപാനം ഒരു നിർത്താനേ സാധിക്കാതെ വന്നു. അങ്ങനെയാണ് വൈഫ് ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി വെച്ച് അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിക്കുവാനും മാതാവിൻ്റെ ഉടമ്പടി പ്രകാരം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുവാനും തിരികെത്തിക്കുവാനും ഒക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് തന്നെ ജീവിതത്തിൽ ഒരു മാറണമെന്ന് എനിക്ക് മാതാവ് എന്നോട് പറയുന്നതായിട്ട് തോന്നി. ഈ മദ്യപാനം അത് വളരെ പാടില്ല, അല്ലെങ്കിൽ ഇത് ജീവിതത്തിൽ വളരെയേറെ ദോഷം ചെയ്യും. അങ്ങനെ പതിയെ ഞാൻ ആ മദ്യപാനത്തിൽ നിന്ന് മാറി. ഇപ്പം 1 വർഷമായിട്ട് ഞാൻ മദ്യപിക്കുന്നില്ല. അത് ഞാൻ മാതാവിനോട് വളരെയധികം നന്ദി മാതാവിനോടും യേശുവിനോടും നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഒരു 20 വർഷം ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്തതിന് ശേഷം ആ 20 വർഷത്തിന് ശേഷം ആ കമ്പനി പെട്ടെന്ന് പൂട്ടിപ്പോയി. അപ്പോൾ ഈ 20 വർഷത്തെ എൻ്റെ സർവീസ് മണി എന്ന് പറഞ്ഞാൽ PF-ഉം മറ്റെല്ലാം കൂടെ നല്ലൊരു തുക എനിക്ക് കിട്ടുവാനുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഈ കമ്പനിയിൽ നിന്ന് മാറി ഒരു 4 വർഷത്തോളം ഞാൻ വേറൊരു കമ്പനി സൗദിയിൽ തന്നെ തുടർന്നു. ആ സമയത്തൊന്നും ഈ പൈസ കിട്ടിയില്ല. പക്ഷേ 4 വർഷത്തിന് ശേഷം, അതായത് 24 വർഷത്തിന് ശേഷം ഞാൻ നാട്ടിൽ തിരിച്ചു പോന്നു. പിന്നെ 1 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ഈ പൈസ കൊടുക്കുന്നു എന്ന് ഒരു ന്യൂസ് വന്നു. കാരണം ഇത് ഓൾറെഡി കോർട്ടിൽ ഇത് കേസുണ്ടായിരുന്നു. ഇതിന് മൊത്തം അവിടുത്തെ ജോലിക്കാർ കോർട്ടിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസ് നടക്കുന്നുണ്ടായിരുന്നു. ആ കേസ് അനുകൂലമായിട്ട് വിധിച്ച് അപ്പോൾ ഈ പൈസ കിട്ടാനുള്ളൊരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേന് അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സ് അത് നേരത്തെ അവിടെ എല്ലാം സബ്മിറ്റ് ചെയ്തിരുന്നതാണ്. എങ്കിലും ആൾ ഇവിടെ നാട്ടിലുണ്ട് അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആ ഒരു റെസിഡൻഷ്യൽ പെർമിറ്റിൻ്റെ ഒരു പഴയ കോപ്പി അവർക്ക് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ആളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഒരു ഓഡിയോ ക്ലിപ്പൂടെ കൂട്ടി ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കൈവശം എൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തപ്പാവുന്നിടത്തെല്ലാം വീട്ടിൽ തപ്പി ഈ സംഭവം കിട്ടിയില്ല. പക്ഷേ പെട്ടെന്ന് അത് വൈഫ് പറയുന്നത്
ഞാൻ ആദ്യം പേപ്പറുകളെല്ലാം നോക്കിയിട്ട് കണ്ടില്ല. അത് കഴിഞ്ഞ് മാതാവ് എന്നോട് പറയുകയാണ്, നീ പോയി അവിടെ നോക്ക്, നീ ഒന്നുകൂടെ അവിടെ പോയി നോക്കെന്ന് പറഞ്ഞപ്പോഴത്തേന് ഞാൻ വീണ്ടും പോയി നോക്കി. അന്നേരത്തേന് എനിക്ക് ആ പേപ്പർ കിട്ടി. അതെല്ലാം സബ്മിറ്റ് ചെയ്ത് എൻ്റെ ഹസ്ബൻഡിന് ആ പൈസ കിട്ടാനുള്ള പെൻഡിങ് മണി എല്ലാം കിട്ടുവാൻ അമ്മ മാതാവ് സഹായിച്ചു. അങ്ങനെ ആ പേപ്പർ അയച്ചു കൊടുത്ത് ആ പൈസ മുഴുവൻ കിട്ടി. അപ്പോൾ അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. കിട്ടത്തില്ല എന്ന് വിചാരിച്ച ഒരു സംഭവമാണ്. മാതാവ് ഇങ്ങനെ തോന്നിപ്പിച്ച് ഇന്നടത്ത് പോയി തപ്പാൻ ഒരു തോന്നലുണ്ടായി. അവിടെ പോയി തപ്പിയപ്പം വൈഫിൻ്റെ പഴയ ഒരു ഫയലായിരുന്നു അത്. വൈഫും കൂട്ടത്തിലുണ്ടായിരുന്നു, അവിടെ ജോലി ഉണ്ടായിരുന്നു. ആ ഫയലിനകത്ത് തപ്പിയപ്പം നമുക്ക് ആ പേപ്പർ കിട്ടുകയും പണം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുകയും സാധിച്ചത് മാതാവിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. അതുപോലെ കുറേ വസ്തു വിൽക്കാനുണ്ടായിരുന്നത്, അത് ആദ്യം ഒരു പ്ലോട്ട് കൊടുത്തിട്ട് 6 പ്ലോട്ടായിട്ട് തിരിച്ച വസ്തുവായിരുന്നു. ഒരു പ്ലോട്ട് കൊടുത്തിട്ട് 1 വർഷത്തിന് ശേഷം പിന്നെ ഒന്നും ഈ വില സംബന്ധമായിട്ടുള്ള നമുക്ക് ഉദ്ദേശിക്കുന്ന വില കിട്ടാതെ വന്നുകൊണ്ട് അത് 1 വർഷമായിട്ട് അതിങ്ങനെ വിൽക്കാതെ കിടക്കുകയായിരുന്നു. അതിനും ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒരു 2 മാസത്തിന് ശേഷം ഒരു 3 പ്ലോട്ട് കൂടെ വീണ്ടും വിൽക്കുവാൻ സാധിച്ചു. അതും മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു. പലവിധമായ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി. അതിന് മാതാവിനോടും യേശുവിനോടും വളരെയധികം നന്ദി, സ്തുതി, സ്തോത്രം. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന എല്ലാവരെയും സഹായിക്കാറുണ്ട്. അതുപോലെ പത്രമാണെങ്കിൽ ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി രോഗികൾക്കൊക്കെ കൊടുക്കുകയും അവരോട് പ്രാർത്ഥിക്കാൻ പറയും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. എല്ലാ അനുഗ്രഹങ്ങളും തന്ന യേശുവിനും അമ്മ മാതാവിനും 1000 നന്ദി, സ്തുതിയും കരയേറ്റുന്നു.